ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചു. ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ മുന്നോട്ട് പോക്ക്. നമ്മൾ എന്ത് പറയുമ്പോഴും ഒന്ന് അന്വേഷിക്കാമെന്ന് പോലും പറയുന്നതിന് പകരം ഒരു നിഗമനത്തിലേക്ക് എത്തുക പറയുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമായിരുന്നു. 6 കാണാതായ കുട്ടിയെ നമ്മൾ കാണുന്നത് ചാലിയാർ പുഴയുടെ മുട്ടുങ്ങൽ കടവിൽ കിടക്കുന്നതാണ്. കടവിലാണ്, ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലത്ത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. പരിശുദ്ധ റമദാൻ്റെ പ്രാർത്ഥനയിലാണ് എല്ലാ വിശ്വാസികളും. മലപ്പുറം ജില്ലയിലെ വാഴക്കാടുള്ള ഈ ഒരു കുടുംബം, ആ കുടുംബത്തിലെ 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ദുരൂഹമരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാനുള്ള അന്വേഷണത്തിലാണ്. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇതുപോലെ ഒരു ഫെബ്രുവരി 19, 2 വർഷം മുൻപാണ് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ചാലിയാർ പുഴയിൽ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞത് സ്വയം ജീവനൊടുക്കിയതാണ് എന്നുള്ളതാണ്. പക്ഷെ ആ വീട്ടുകാരത് സമ്മതിക്കുന്നില്ല. അതിനൊരു കുറേ കാരണങ്ങളുണ്ട്. അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല ആ പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നുള്ളത്. ആ പെൺകുട്ടി ആരോ ലൈംഗികമായി കരാട്ടമാശ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആ കരാട്ടമാശൊക്കെ ഇപ്പോൾ ജയിലിൽ 2 വർഷമായിട്ട് റിമാൻഡിൽ തന്നെയാണ്. അയാൾക്ക് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. സുപ്രീം കോടതി ജാമ്യം പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ എടുത്തത്? ഈ കുടുംബം പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്ക്. 6 കാണാതായ കുട്ടിയെ നമ്മൾ കാണുന്നത് ചാലിയാർ പുഴയുടെ മുട്ടുങ്ങൽ കടവിൽ കിടക്കുന്നതാണ്. കടവിലാണ്, ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലത്ത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ കൈ രണ്ടും മുന്നോട്ടേക്ക് വെച്ചിട്ട് കെട്ടൂരിയ രീതിയിലായിരുന്നു. പിന്നെ ഏതൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തട്ടിപ്പടക്കാനുള്ള ശ്രമമെങ്കിലും അവിടെ നടത്തും. പക്ഷെ കുട്ടിയുടെ 2 കാലിലെ ക്രോക്സ് ചെരുപ്പും അഴിയാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ എല്ലാ ഘട്ടത്തിലും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് തുടക്കം മുതലേ ഞങ്ങൾ ഉറച്ചു പറഞ്ഞതാണ്. ഇതൊന്നും കൂടാതെ തന്നെ കുട്ടി ആ ദിവസത്തിൽ കുട്ടി കടവിലേക്ക് പോകുന്നതും ഇവളെ ഏകദേശം അതേ സമയത്ത് തന്നെ അപരിചിതരായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുന്നതൊക്കെ കണ്ട ദൃക്സാക്ഷികൾ മൊഴി നൽകിയതാണ്. എന്നിട്ട് പോലും ആ വിഷയങ്ങളിലൊന്നും ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ്. ഇത് ആത്മഹത്യ ആക്കി തീർക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു പോയത്. നമ്മൾ 1ാമത്തെ ദിവസം മുതൽ ഇതൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും മുറിവിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കുട്ടിയുടെ മൂർത്താവിൽ അടിയേറ്റ പാടുണ്ട്. അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, കുട്ടി മരിക്കുമ്പോഴുള്ള നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടത്തിൽ ഇതിൽ കുറേ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ എത്തുമ്പം അതിൽ കുറേ മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലായിടത്തും ഇടപെടലുകൾ കൃത്യമായിട്ട് മോശം തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള അപാകതകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ടുള്ള വേറെ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കുട്ടി മുങ്ങി മരിച്ചതല്ല എന്നുള്ളത് കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചു. ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ മുന്നോട്ട് പോക്ക്. നമ്മൾ എന്ത് പറയുമ്പോഴും ഒന്ന് അന്വേഷിക്കാമെന്ന് പോലും പറയുന്നതിന് പകരം ഒരു നിഗമനത്തിലേക്ക് എത്തുക പറയുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമായിരുന്നു. പിന്നീട് അന്വേഷിച്ച DYSP അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടത്. പക്ഷെ അവരും പോലീസിനെ പോലെ തന്നെ മുൻവിധിയോടെ കൂടിയിട്ട് ഇത് അന്വേഷിച്ചിട്ട് ഇതിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തഴയുന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. അപ്പം ഞങ്ങൾ പല ഘട്ടത്തിലും അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട പല ആൾക്കാരെയും കണ്ടിട്ടും കത്തുകളായിട്ടും ഒക്കെ ഞങ്ങളുടെ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഈ മുൻധാരണയോട് കൂടി, അതായത് ഇത്തരത്തിലൊരു പരാതി കൊടുത്ത ഒരു കുട്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിച്ചിട്ടും ആത്മഹത്യ ആക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്നും ഇതിന് പിറകിലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോടതിയെ സമീപിച്ചില്ലേ അതിന് വേണ്ടിയിട്ട്? ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ പോക്സോ കുറ്റപത്രം കൊടുത്തിട്ടാണുള്ളത്. അതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കേസായിട്ടാണ് കോടതിയിൽ പോയത്. പിന്നെ ഒരുപാട് കേസുകൾ
അനിയത്തിയുടെ മരണശേഷം അയാൾക്ക് വന്നതുകൊണ്ട് പിന്നീട് സുപ്രീം കോടതിയൊക്കെ അയാളുടെ ജാമ്യം തള്ളിയത്, അങ്ങനെ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് അയാളിപ്പോഴും അകത്ത് ജയിലിൽ ഉണ്ട്. കുടുംബത്തിന് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത് ഇക്കാര്യത്തിലൊരു നീതി ലഭിക്കണം, അതിന് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്. ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയതെല്ലാം എന്തിനാണ് ഇത്രയും നിർബന്ധപൂർവം ഇതിനൊക്കെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പം രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സത്യസന്ധമായ അന്വേഷണം മാത്രം ആവശ്യമുള്ളൊരു കേസായിരുന്നു. പക്ഷെ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ചില ആൾക്കാർ ഇതിലെന്തിനാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ധാരണയില്ല. മരണം നടന്ന ഉടൻ തന്നെ ഒരുപാട് ദുരൂഹതകൾ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ, അതായത് അന്നേ ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള പ്രചാരണം പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു. പോലീസും ഒന്നിനും കാത്തു നിൽക്കാതെ, ഒരു റിപ്പോർട്ടുകൾക്കും കാത്തു നിൽക്കാതെ, ഒരു അന്വേഷണവും നടത്താതെ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകുന്ന രീതിയിലായിരുന്നു നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയൊരു പരാതി കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ധൈര്യപൂർവ്വം നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്നത്. കുട്ടിയെ വൈകുന്നേരം 6:30 പെട്ടെന്ന് വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. കേസ് കൊടുക്കാൻ വേണ്ടി, അതായത് FIR ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണെന്നും കൂടി ഓർക്കണം. അങ്ങനെ പിന്നെ 7:45 നമ്മൾ ഈ കുട്ടിയെ ചാലിയാർ പുഴയിലെ മുട്ടുങ്ങൽ കടവിൽ നിന്ന് കണ്ടെത്തുമായിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കുട്ടി മരിച്ച് കരക്കടിഞ്ഞ് പൊങ്ങുക എന്നുള്ളത് അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും ഇപ്പം വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരു മനുഷ്യൻ പോലും എപ്പോഴാണ് കരക്കടിയുന്നത്, എപ്പോഴാണ് പൊങ്ങുന്നതെന്നൊക്കെ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കറിയാം. എന്തായാലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ആ കുടുംബത്തിന് പോയി. റമദാനാണല്ലോ, ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ്. എന്താണ് സത്യം എന്നുണ്ടെങ്കിൽ അത് ഉടനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സന്തോഷം പങ്കുവെക്കട്ടെ. നമ്മുടെ വിസാൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ വിശുദ്ധ റമദാനിൽ ഒരു ഖുർആൻ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്, ഖുർആൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ കാണാതെയോ പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരാളുകൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഞങ്ങൾക്ക് അയക്കുക. ഈ ഒരു നമ്പറിലേക്ക് അയക്കുക. ചുരുങ്ങിയത് ഒരു 7 ആയത്തെങ്കിലും ഓതിയിട്ട് അയക്കണം. 7 ആയത്തേക്ക് നോക്കിയിട്ട് ഓതിയിട്ട് അയക്കാം, അല്ലെങ്കിൽ മനഃപ്പാഠം അറിയുന്ന ആളുകൾ ആ രീതിയിൽ അയക്കാം. അങ്ങനെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഏറ്റവും മികച്ച ഖുർആൻ പാരായണം ഏതാണോ അതിൽ 1, 2, 3 സ്ഥാനങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മികച്ചൊരു ക്യാഷ് പ്രൈസ് തന്നെയാണ് ചാനൽ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്, വിശുദ്ധ ഖുർആൻ ഒരു 7 ആയത്തെങ്കിലും ഓതിയിട്ട് കാണാതെയോ അല്ലെങ്കിൽ നോക്കിയിട്ടോ ഓതിയിട്ട് ഈ താഴെ പറയുന്ന ഈ നമ്പറിലേക്ക് അയക്കാം. അയച്ചിട്ട് നല്ലതാണെങ്കിൽ അത്, അതായത് മറ്റുള്ളവർക്ക് കേൾപ്പിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഞങ്ങൾ ഈ ചാനലിലൂടെ അത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ട് ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരെ വിധികർത്താക്കളാക്കി വെച്ച് ഏറ്റവും നല്ല ഖുർആൻ പാരായണം ഏതാണോ അത് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം എന്നാണ് പരിഗണിക്കുക. അതോ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയൊരു മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പരമാവധി കഴിയാവുന്ന എല്ലാവരും ജെൻഡർ വ്യത്യാസമില്ലാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് സമ്മാനം കിട്ടുക എന്നുള്ളതല്ല, വിശുദ്ധ ഖുർആൻ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുള്ളത് തന്നെ ഒരു പുണ്യകരമായിട്ടാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസമുള്ളത്. എന്തായാലും നിങ്ങൾ പരമാവധി പങ്കെടുക്കുക. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം നല്ല ഒരു വലിയൊരു തുക തന്നെ ക്യാഷ് പ്രൈസ് ആയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ പരമാവധി നമ്പറിലേക്ക് നിങ്ങളുടെ ഖുർആൻ എൻട്രികൾ അയക്കുക. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ സാധാരണ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു എന്നൊരു പ്രാർത്ഥന ചൊല്ലില്ല. അതായത് അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നിനക്ക് വേണ്ടി തന്നെ ഞാൻ നോമ്പ് തുറക്കുന്നു. നമ്മളിങ്ങനെ നോമ്പെടുത്ത പകൽ സമയത്തിൽ നമ്മൾ ഈ ഒരു നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് വേറൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല, നമ്മളിങ്ങനെ ദിക്റില്ലേ അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ കഴിഞ്ഞ നമ്മൾ ചോദിച്ചിരുന്നു ഈ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ മറന്നാൽ എന്താണ് അതിൻ്റെ വിധി എന്നുള്ളത്. ഒരുപാട് പേര് ആൻസർ പറഞ്ഞു. കാരണം അതിലൊക്കെ പണ്ഡിതന്മാർക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് അവർക്ക് നോമ്പ് ആയിട്ടില്ല, കാരണം തലേദിവസം നോമ്പ് നിയ്യത്ത് വെച്ചിട്ടില്ല. ചിലർ പറയുന്നത് നോമ്പ് മുഴുവൻ വെക്കാൻ വേണ്ടി നിയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ച ഒരാളല്ല, അതുകൊണ്ട് നോമ്പ് കിട്ടും. ഇങ്ങനെ പണ്ഡിതന്മാർക്ക് അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും എല്ലാവരും പറഞ്ഞ ആൻസറുകൾ കറക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം ഇതാണ്, നോമ്പുകാരനായിരിക്കെ പകലിൽ ഒരാൾ അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു എന്ന് പറഞ്ഞാൽ
അയാളുടെ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.